ചില്ലായി പോകുന്ന ബോട്ടുകൾ. പാട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇനിയിപ്പോൾ കോപ്പറേറ്റ് കിട്ടും. ഐ 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 ഇങ്ങോട്ടട തന്നെ. എടാ ഇങ്ങോട്ടട തന്നെ. എൻ്റെ പൊന്നു കേസ്, സത്യം പറയുകയാണെങ്കിൽ മറൈൻ ഡ്രൈവ് ഞാൻ ആദ്യം ഒരു പ്രാവശ്യം വന്നപ്പോൾ അവിടെ നല്ല വൈബ് ഉണ്ടായിരുന്നു. കാരണം അവിടെ ഇരുന്ന സമയത്തെങ്ങാണ്ട് മഴയും പെയ്തു. അതിൻ്റെ ഇടയ്ക്ക് വ്ലോഗ് സെറ്റായിരുന്നു. ബട്ട് ഇന്ന് വന്നപ്പോൾ മൊത്തം പോലീസിനല്ലാന്ന് വേറെ ഒറ്റ മനുഷ്യന്മാരെ കാണാം. ആകെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ മനുഷ്യന്മാർ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുന്നെന്നുള്ള അന്ന് ഇത് മറൈൻ ഡ്രൈവ് ആകെ ഉറങ്ങിപ്പോയി എന്ന് പറയാൻ പറ്റുമോ? ഒറ്റ മനുഷ്യനില്ല കേസ്. കൂടുതൽ കടക്കാരുണ്ടെന്ന് തോന്നണം എനിക്ക്. അവനാണ് നമുക്ക് മുന്നിലേക്ക് എത്തിയത്. തമ്മി വൈകാതെ ഒരു കുഞ്ഞുകുട്ടി അവിടെ ഓടി കളിക്കുന്നു. ഞാൻ പറഞ്ഞ വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീടൂര് അതായത് അപ്പുറത്ത് ഇപ്പുറത്ത് നിറച്ച ആൾക്കാരാണ്. പക്ഷേ ഇതിപ്പോൾ ഒന്ന് സംസാരിക്കാൻ പോലും ആളില്ലാത്ത അവസ്ഥയാണ്. അത് ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ടൂർ വന്ന ആൾക്കാർ, അങ്ങനെ വന്ന ആൾക്കാരല്ല. ഇവിടെ ആൾക്കാർ കുറവാണ്, കൂടുതൽ കാണണം. ഭയങ്കര ബോറായിപ്പോയി. എന്തായാലും കുറച്ചുകൂടെ ഫുഡ് കഴിക്കാൻ പോകണം. പിന്നെ അബീനെ കണ്ടായിരുന്നു കേട്ടോ. അബീനെ കണ്ടിട്ട് കുറച്ച് നേരം സംസാരിച്ചിട്ടൊക്കെ ഇപ്പോൾ വന്ന. ഇനിയിപ്പോൾ നാളെ എന്താവുമെന്ന് ആർക്കറിയാം. സബീലെ അയ്യോ കേസ് ഇന്ന് ഞാൻ പറയട്ടെ. അതായത് ചാന കുടിച്ചെടുക്കട്ടെ. ഇന്ന് രാവിലെ 8 മണിക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ നിന്ന് വർക്ക് ചെയ്ത് പിന്നെ വൈകിട്ട് ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കും ഫുഡ് കഴിച്ച് പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ വൈകിട്ട് ആകുമ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നല്ല പുറം വേദനയും നടുവേദനയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നേരെ ഇന്ന് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചതായിരുന്നു. ബട്ട് അത് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നേരെ നൈറ്റ് ഇപ്പോൾ ഇവിടെ മറൈൻ ഡ്രൈവ് വന്നിരിക്കുകയാണ്. മറൈൻ ഡ്രൈവിൽ ഇനി കുറച്ച് കഴിയുമ്പോൾ ഫുഡ് അടിക്കാൻ പോകണം. രാവിലെ 8 മണിക്ക് എണിച്ച് പോയാറുണ്ട്, ഒന്നും കഴിക്കാനും പറ്റിയില്ല. എങ്ങനെയും എവിടേക്ക് എത്തണം. ഇപ്പം എങ്ങനെയാവുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഇനിയിപ്പോൾ ഒരു അവിടെ മറൈൻ ഡ്രൈവിൻ്റെ സൈഡിൽ അവിടെ എങ്ങനെ കടയിൽ അങ്ങനെ കയറിയിട്ട് അവിടെ വേണേലൊക്കെ ഒന്ന് ചില്ലാക്കാം. എന്തായാലും നമ്മുടെ വീഡിയോസ് ഇപ്പോൾ എടുക്കുന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പിനെസ്സാണ് ഗൈസ്. കാരണം അടുപ്പിച്ച് ഇത്രയും നാളായിട്ട് എടുക്കാത്തൊരു ഹാപ്പിനെസ് പെട്ടെന്നൊന്ന് കയറിയപ്പോഴുള്ളൊരു സന്തോഷം ഒരു വേറെ ലെവലാണ്. എന്തായാലും കുറച്ചേം കഴിയട്ടെ, ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. നല്ല മേലുവേനും പുറമേനൊക്കെ ഉണ്ട്. എന്തായാലും കുറച്ച് നേരം കിടന്ന് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ കാണാം. ഓക്കെ. ഗൈസ് മറൈൻ ഡ്രൈവ് വൈബാന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ വൈബി ആയില്ല. ബാക്കിൽ ഇംഗ്ലീഷുകാരെന്ന് തോന്നുന്നു. നമ്മൾ മൈൻഡാക്കണം. വ്ളോഗർ യൂട്യൂബ് വ്ളോഗർ.
तारी में है, देखो इधर में। थैंक यू। പയ്യന്മാരൊക്കെ നല്ല വൈബ് ആകെ ഇവന്മാർ മാത്രമേ കിടന്നു ഒച്ചപ്പാണ്ടാക്കണുള്ളൂ. അത് ഈ സമയത്ത് ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ക്രൗഡ് ഉണ്ട് വേണ്ടിയാണ്. ബട്ട് അന്നത്തെ ആ ഇഷ്യൂടെ മേലായിട്ട് ഒറ്റ മനുഷ്യന്മാരില്ല. വ്ളോഗ് അവിടെ 2 പയ്യന്മാർ അവിടെ നിന്ന് വേറെ വൈബ് വെക്കുന്നു, അവിടെ വേറെ പയ്യന്മാർ വേറെ വൈബ് വെക്കുന്നു. ആകെ ശോകമായി പോയി കേസ്. നിങ്ങളത് നോക്കി കണ്ട ഒറ്റ മനുഷ്യന്മാരില്ല. സോ സാഡ്. നേരത്തെ ഒരു ബോട്ടിൽ കുറേ പേര് ചില്ലടിച്ച് വൈബടിച്ച് വേണ്ടിയായിരുന്നു. അത് വൈബാണ്. ഏസ് തട്ടുകടയിൽ കയറണമെന്ന് വിചാരിച്ചു. ബട്ട് കയറാൻ പറ്റാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അണ്ണനെങ്ങാണ്ട് ഇവിടെ നിന്ന് കഴിച്ചപ്പോൾ ഫുഡ് പോയ്സൺ എങ്ങാണ്ട് വന്നെന്ന് വെച്ചു. അതുകൊണ്ട് നമ്മൾ അവൽ മിൽക്കിൽ ഒതുക്കിയ. സോ തട്ടുകടയിൽ നമുക്ക് പിന്നെ പുള്ളി നല്ല തട്ടുകടയിൽ കയറാം. അതാണ് നല്ലത്. നമ്മുടെ ഷെഫീക്കട തട്ടുകടയിൽ കയറാത്ത പാലക്കാട്ടേക്ക്. ഇന്നത്തെ ഭയങ്കര ശോകമായിരുന്നു. ഞാൻ ഇവിടെ മറൈൻ ഡ്രൈവിൽ വന്നപ്പോൾ ഇങ്ങനെ ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. അന്ന് ഇവിടുത്തെ ഈ പ്രശ്നമൊക്കെ വന്നപ്പോൾ മറൈൻ ഡ്രൈവ് അടിച്ചിടണം, 10 മണിക്ക് ശേഷം അടിച്ചിടണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഫുള്ള് പോലീസുകാരായി മറ്റേതായി. അവിടെ ഒരു ബ്രോ ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. പിന്നെ പോലീസുകാരായി മറ്റേതായി. പിന്നെ അതിനുശേഷം അങ്ങനെ ആൾക്കാരനെ അധികം കാണാറില്ല കേസ്. അന്ന് ഞാൻ വന്നപ്പോൾ എന്ന് പറയുമ്പോൾ ഫുള്ള് ആൾക്കാരായിരുന്നു. നല്ല വൈബായിരുന്നു. ആ പാട്ടും ഡാൻസൊക്കെ ആയിരുന്നു. ഞാൻ പോകാൻ വേണ്ടി ധൃതിയിലാണ്. എന്തായാലും ഇതൊരു ശോകം ഉണ്ടായിരുന്നു. എന്താ രാവിലെ ആകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് സെറ്റാക്കാം. ഇനിയിപ്പോൾ നേരെ ഇവിടുന്ന് നേരെ ഇനി വീട്ടിലേക്ക് പോകണം. അതെൻ്റെ കുറച്ച് പരിപാടി ഉണ്ട്. എടാ ഹെൽമെറ്റ് എന്ത് എവിടാ? എടാ നീ അവിടെ നിന്ന് ഹെൽമെറ്റ് എടുത്തില്ലേ? ഹെൽമെറ്റ് മറന്നു ഗൈസ്. നമുക്ക് ഹെൽമെറ്റ് മറന്ന് കിട്ടി. ഇപ്പം ഉള്ളതും കൂടി പോയാലാ നമുക്ക് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് വരാറുണ്ടെങ്കിൽ ഹെൽമെറ്റ് ആയിരിക്കും കൊച്ചുകൊണ്ട് പോയാലേ. ഹെൽമെറ്റ് വെക്കല കയ്യിൽ വെച്ചിട്ട പോലെ കയ്യിൽ വെച്ചിട്ട് ആപ്പടിക്കുമോ? നിൻ്റെ ആപ്പടിക്കും. ഈ ഹെൽമെറ്റിൻ്റെ തുമ്പോടി ആയിരിക്കുമോ? വച്ചുണ്ട്. ലെറ്റ്സ് ഗോ ടു എവിടെയാടാ? അങ്ങോട്ട് പോണേ. ലെറ്റ്സ് ഗോ ടു വീട് എന്നാണ് തോന്നണത്. എടാ വച്ചേണ്ട പോടാ. നീ വിട്ടു, ഞാൻ ഈ സംഭവം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ രാവിലെ വന്ന് ഇറങ്ങിയതാണ്. രാവിലെ നേരെ കിടന്നുറങ്ങി. പിന്നെ ഇപ്പോഴാണ് എണീച്ച. ഇപ്പോൾ ഉച്ചയായി. വീടിന്ന് എൻ്റെയൊക്കെ വേണ്ടി ഞാൻ നിൽക്കാറുന്നു. ഇന്നലെ ഒരുമാതിരി ശോകമായിരുന്നു, നല്ല ശോകമായിരുന്നു. അതായത് ഞാൻ മറൈൻ ഡ്രൈവിൽ പോയിട്ട് കുറേ ചലഞ്ചും പ്ലാൻ ചെയ്ത് സ്ക്രിപ്റ്റൊക്കെ സെറ്റാക്കിയിട്ട് വന്ന് പോയ. പക്ഷേ ഇപ്പം അവിടെ മറ്റേ പോലീസുകാരൊക്കെ ഉള്ളതുകൊണ്ട് അധികം ആൾക്കാരൊന്നും കാണില്ല. മൈക്കില്ലാത്തതുകൊണ്ട് എന്താണ് പോലെ കേസ്. എന്തായാലും അത് ഓർമ്മ വരെ നമുക്ക് കുഴപ്പമില്ല. പോയിട്ട് ഒരു ചെറിയ വിഷമം, അത് ഓർമ്മ സെറ്റാക്കാം നമുക്ക്. ഞാൻ കുറച്ച് പ്ലാനിനൊക്കെ ചെയ്തിട്ടുണ്ട് കേസ്. അതായത് നമ്മൾ വേറെ കുറേ മാറ്റി വെച്ച കുറേ കാര്യങ്ങളില്ല. എല്ലാം ഈ നാളെ എന്ന് പറഞ്ഞ് മാറ്റിക്കൊണ്ടുപോയി ഒന്നും നടക്കാൻ പോകില്ല. അതെനിക്ക് മനസ്സിലായി. നാളെ എന്നും പറഞ്ഞ് നമ്മൾ മാറ്റിക്കൊണ്ടുപോയാൽ മേക്കായിട്ട് നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. നാളെ എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റിക്കൊണ്ടുപോയാൽ ഒരു കാര്യം നടക്കില്ല. സത്യമല്ലോ, ആ സത്യം പറയാം. അപ്പം ഞാൻ കാര്യം തീരുമാനിച്ചു. ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച വീഡിയോ അത് ഇച്ചിരി റിസ്ക്കുള്ള വീഡിയോസൊക്കെയാണ്. എന്ന് പറയുമ്പോൾ അത് ഞാൻ പറഞ്ഞ് സസ്പെൻസ് ഞാൻ പൊളിക്കുള്ളത് ഗീസ്. ഇപ്പം വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മൾ 3K അടിച്ച് വെക്കാണ്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് 3K
ഗേസ് എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. അതിലിപ്പോൾ ഓരോന്നായിട്ട് ഞാൻ സാധിച്ചിട്ടിരിക്കുക. ഇനിയിപ്പോൾ ഞാൻ ഓരോന്നായിട്ട് നേടും. അതൊക്കെ തന്നെ മുമ്പിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്യും. സോ ഞാൻ ഇനിയിപ്പോൾ 3K സെലിബ്രേഷൻ അത് ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ പോസ്റ്റൊക്കെ ഇട്ടായിരുന്നു 3K ശേഷം നമ്മൾ വേറെ ലെവലേഴ്സ് വീഡിയോസ് എടുക്കുമെന്ന്. എന്നാലും എക്സാം കഴിഞ്ഞ് എല്ലാം ഫ്രീ ആവട്ടെ. നോമ്പിന് നമ്മൾ എന്തായാലും കഴിഞ്ഞ വർഷം ചെയ്ത പോലെ വീട്ടിൽ അടിഞ്ഞു കൂടി ഇരിക്കാൻ ഞാൻ നിൽക്കല്ല. സോ അതുകൊണ്ട് നമ്മൾ ഇന്നിപ്രാവശ്യം ഇറങ്ങി കളിക്കും. ഇത് ഞാൻ തന്നെ വാക്ക്. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക. വേറെ ഒന്നുമില്ല, പയ്യെ പറയണത് എന്താണെന്ന് വെച്ചാൽ വർക്ക് ചെയ്ത് ഉള്ള നടുവും കൈത്തും എല്ലാം വേനെടുത്ത് കയ്യും കലക്ക് വേനെടുത്ത് കിടന്നുറങ്ങിയതാണ്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൊക്കെ ഇടിച്ചിടിച്ച് പൊട്ടിച്ച് പറഞ്ഞു. ബൈ.